നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന്റെ വാഗ്ദാന ലംഘനങ്ങൾ തുറന്നുകാട്ടി ബി.ജെ.പി. നേതാവ് മനോജ് തിവാരി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാൾ ജനങ്ങൾക്ക് 10 ഗ്യാരണ്ടികൾ നൽകിയിരുന്നു. ഇതിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി മനോജ് തിവാരി രംഗത്ത് വന്നത്. യമുനാ നദി വൃത്തിയാക്കുമെന്നും ജനങ്ങൾക്കൊപ്പം അതിലിറങ്ങി കുളിക്കുമെന്നും നിങ്ങൾ ഉറപ്പ് നൽകിയത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ലെന്ന് നിങ്ങൾ ഉറപ്പ് നൽകി. എന്നാൽ ഇപ്പോൾ നിങ്ങൾ 25-26 പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി. നിങ്ങളൊരു ബംഗ്ലാവോ കാറോ വാങ്ങില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വലിയ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. മാത്രമല്ല, നിങ്ങളിപ്പോൾ കോടികൾ വിലമതിക്കുന്ന വാഹന വ്യൂഹമുണ്ട്, തിവാരി പറഞ്ഞു. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ, മനോജ് തിവാരി തുറന്നടിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ഉറപ്പുകളെല്ലാം അവസാനിച്ചു. 2025 ഡൽഹിയിലെ ജനങ്ങൾ നിങ്ങളോട് വിട പറയും. മോദിയുടെ ഗ്യാരണ്ടി മാത്രമേ ഈ രാജ്യത്ത് പ്രവർത്തിക്കൂ എന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹിയിൽ കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തിനെതിരെ രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും നിലവിൽ കോൺഗ്രസുമായി സഹകരിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അഴിമതിക്കെതിരെ രംഗത്ത് വന്ന കേജ്രിവാൾ നിലവിൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് പ്രചാരണം നടത്തുന്നത്. ആം ആദ്മി പാർട്ടി എന്തിനു വേണ്ടി രംഗത്ത് വന്നോ അതിനെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ടാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ഗ്യാരണ്ടികൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്നാണ് ബി.ജെ.പി. നേതാവ് മനോജ് തിവാരി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് ഡൽഹി മുഖ്യമന്ത്രി തന്റെ 10 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. സൗജന്യ വൈദ്യുതി, വിദ്യാഭ്യാസം, ആരോഗ്യം, അടുത്ത വർഷം 2 കോടി തൊഴിലവസരങ്ങൾ, നിലവിൽ ചൈന കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക എന്നിവയും കേജ്രിവാൾ ഞായറാഴ്ച നൽകിയ 10 വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാനും പറയാനും മടിക്കാത്ത കേജ്രിവാൾ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യ തകർക്കാൻ ശ്രമിച്ച ഖാലിസ്ഥാൻ ഭീകരനെ സഹായിക്കാൻ കേജ്രിവാൾ പണം വാങ്ങിയെന്ന വിവരം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഖാലിസ്ഥാനി ഭീകരവാദി നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നൂർ വെളിപ്പെടുത്തിയത്. ഇതേ കേജ്രിവാൾ ചൈനയുടെ സ്ഥലങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി പടപൊരുതുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഇരട്ടത്താപ്പിന്റെ അങ്ങേയറ്റം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.